നമസ്കാരം. ഇന്നലെ നമ്മുടെ ശ്രീലേഖ IPS ഒരു പത്രസമ്മേളനം നടത്തി പറഞ്ഞു അവർക്കെതിരെ ഒരു കേസ് നിൽക്കില്ല, ഒരു കോപ്പ് നിൽക്കില്ല. എന്നാൽ പരാതി കൊടുത്ത ശ്രീ ജയചന്ദ്രൻ മനുഷ്യാവകാശ സംഘടനയുടെ സെക്രട്ടറി, അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഈ കേസ് നിലനിൽക്കും, മാത്രമല്ല തെളിവ് നശിപ്പിച്ചിരിക്കുന്നു. ശ്രീലേഖ IPS തെളിവ് നശിപ്പിച്ചിരിക്കുക. എങ്ങനെ? അതായത് അവർ പബ്ലിഷ് ചെയ്ത വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഈ കേസിന് ശേഷം. FIR ഇട്ട് 2 മണിക്കൂറിനുള്ളിൽ അവർ ഒഴിവാക്കിയെന്നാണ് പറയുന്നത്. അതായത് തെളിവ് നശിപ്പിക്കലിനും അവർ ജാമ്യം കിട്ടാത്ത വകുപ്പിൽ അറസ്റ്റിലാവും. മാത്രമല്ല അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ലതാ നായരെ അവർ അടിച്ചു, കസ്റ്റഡിയിലിരിക്കുമ്പോൾ അവർ അടിച്ച് അവർ തലകുത്തി മറിഞ്ഞു വീണു എന്നാണ് പറയുന്നത്. കസ്റ്റഡിയിലുള്ളപ്പോൾ മർദ്ദിക്കാൻ പാടില്ല എന്ന് കൃത്യമായ നിയമം ഇരിക്കുകയാണ് അടിച്ചത്. അതിന് അവർ ജാമ്യം കിട്ടാത്ത മറ്റൊരു വകുപ്പിലും അറസ്റ്റിലാകുമെന്നാണ് ജയചന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ പൂർണ്ണമായി കേൾക്കാം. നമസ്കാരം. നമസ്കാരം. ഇന്നലെ ശ്രീലേഖ IPS നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് കവിയൂർ കിളിരൂർ കേസിനെ സംബന്ധിച്ച് താങ്കൾ കൊടുത്ത പരാതിയിലെ കാര്യങ്ങൾ കള്ളമാണ്, അവർ കുറ്റമൊന്നും ചെയ്തിട്ടില്ല, കിളിരൂർ കേസിലെ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല, കവിയൂർ കേസിലെ പെൺകുട്ടിയെ കുറിച്ചിട്ട് അവർ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് അങ്ങനെ പറയാനുള്ളത്? അവര് ഡിലീറ്റ് ചെയ്തിട്ടുള്ള സസ്നേഹം ശ്രീലേഖ എപ്പിസോഡ് 80-ൽ ഈ 2 പെൺകുട്ടികളുടെയും ഈ 2 പെൺകുട്ടികളുടെ പേരുകളും ആ 2 പെൺകുട്ടികൾ മൈനേഴ്സ് ആണെന്നും ഈ 2 പെൺകുട്ടികളുടെയും പിതാക്കളുടെ പേരും എല്ലാം അവർ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ എപ്പിസോഡാണ് അവർ ഇപ്പോൾ ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്. എന്റെ സ്റ്റേറ്റ്മെന്റ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഞാൻ കൊടുത്തതിന്റെ മെനിഞ്ഞാന്ന് കൊടുത്ത് 2 മണിക്കൂറിനകം അത് ഡിലീറ്റ് ചെയ്തു. പക്ഷേ ന്യൂസ് 18 എന്ന് പറയുന്ന ചാനലിൽ 14 ഓഗസ്റ്റ് 2022 ഇതേ വാർത്ത ശ്രീലേഖയുടെ വീഡിയോ ഉണ്ട്. ശ്രീലേഖ പറയുന്നു ഈ കുട്ടികളുടെ പേര്, ഈ കുട്ടികൾ മൈനേഴ്സ് ആണെന്ന് പറയുന്നു, ഈ കുട്ടികളുടെ പിതാക്കന്മാരുടെ പേര് പറയുന്നു. അതേപോലെ തന്നെ ശ്രീലേഖ വേറെ ഒരു കാര്യം പറയുന്നുണ്ട്. അവരന്വേഷിച്ച കേസിലെ ആ കിളിരൂർ കേസിലെ ആ കുട്ടി 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ സംഭവം നടന്നതെന്ന് പറയുന്നു. പിന്നെ നിയമപരമായിട്ട് നോക്കിയാൽ ഒരു കുട്ടി മരിക്കുമ്പോൾ എത്ര വയസ്സാകുന്നു എന്നുള്ളതിനല്ല പ്രസക്തി, ആ കുട്ടിയെ ഇങ്ങനെ അബ്യൂസ് ചെയ്യുന്ന സമയത്ത് ആ കുട്ടിക്ക് എത്ര പ്രായമുണ്ടായിരുന്നു എന്നുള്ളതാണ് ആ കുട്ടി മൈനറാണോ മേജറാണോ എന്ന് തീരുമാനിക്കാനുള്ളത്. അത് കൂടാതെ തന്നെ ഇവർ പറഞ്ഞത് FIR-ൽ ഇങ്ങനെയുണ്ട്, പിന്നീട് തിരുത്തി എന്നാണ്. പിന്നീട് തിരുത്തിയിട്ടില്ല. ഇത് കേരള ഹൈക്കോടതിയിൽ ക്രിമിനൽ റിവിഷൻ പെറ്റീഷൻ നമ്പർ 332 ഓഫ് 2012 ആ പെറ്റീഷണർ എന്ന് പറയുന്നത് ഈ കിളിരൂർ കേസിലെ കുട്ടിയുടെ മാതാപിതാക്കളാണ്. അതിന് എതിർ കക്ഷികൾ CBI-യും പ്രവീൺ എന്ന് പറഞ്ഞ് വ്യക്തിയും മനോജും ലതാ നായരുമാണ്. ഈ പ്രവീൺ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ കുട്ടിയുടെ ഈ കുട്ടിയുടെ കുഞ്ഞിന്റെ പിതാവെന്നാണ് കോടതിയിൽ DNA പരിശോധനയിലും തെളിഞ്ഞിട്ടുള്ളത്. പിന്നീടുള്ള പ്രതികൾ 1 പ്രശാന്ത്, 1 ബിനു, 1 സോമനാഥൻ ആൻഡ് സ്റ്റേറ്റ് ഓഫ് കേരള. ഇതാണ് ഈ മാതാപിതാക്കൾ CBI അടക്കം എതിർ കക്ഷികളായിട്ട് നിർത്തി കൊടുത്തത്. അതിനകത്ത് ഞാൻ ആ ജഡ്ജ്മെന്റ് ഷെയർ ചെയ്യാത്തത് ഈ പെൺകുട്ടിയുടെ പേര് ആ ജഡ്ജ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ക്രിമിനൽ റിവിഷൻ പെറ്റീഷൻ നമ്പർ 332 ഓഫ് 2012 ആണ് കേരള ഹൈക്കോടതിയുടെ. അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പ്രോസിക്യൂഷൻ കേസ് ഈ കുട്ടി മൈനറായപ്പോൾ പീഡിക്കപ്പെട്ടു എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. അതുകൊണ്ട് അത് 27 ഫെബ്രുവരി 2012 പ്രോസിക്യൂഷൻ കേസ്. അപ്പോൾ അത് വ്യക്തമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ CBI-ക്ക് ഈ കുട്ടി മൈനറായിരുന്നു എന്നുള്ളതിൽ സംശയമില്ല. അതുകൊണ്ട് FIR-ൽ മൈനർ എന്ന് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിലും വേറെ ഒരിടത്തും തിരുത്തിയിട്ടില്ല. വളരെ വ്യക്തമാണ്. അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിവുള്ള ഒരു ആളാണ് ശ്രീമതി ശ്രീലേഖ.
എന്നിട്ടും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പച്ചക്കള്ളം താടി തപ്പാൻ വേണ്ടി പറയുന്നതാണ്. ഇത് പോക്സോ അട്രാക്ട് ചെയ്യുന്നതാണ്. അവരുടെ ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോ ലിങ്ക് ഞാൻ പറഞ്ഞത് താങ്കൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും. ഈ 2 പെൺകുട്ടികളുടെ പേരും അവരുടെ പിതാക്കന്മാരുടെ പേരും അവർ 2 പേരും മൈനസ് ആണെന്ന് റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നുണ്ട്. മാത്രമല്ല ലതാ നായരെ റിമാൻഡ് പ്രതിയായി എന്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ തല്ലിയെന്നും അതൊരു കസ്റ്റോഡിയൽ ക്രൈമാണ്. ഇവര് ഒരുപാട് യൂണിഫോം ഇട്ട് ക്രൈം ചെയ്തിട്ടുണ്ട്. അതിന്റെ തെളിവൊക്കെ എന്റെ കയ്യിലുണ്ട്. ലതാ നായർ എന്ന് പറയുന്ന റിമാൻഡ് പ്രിസണറെ ഞാൻ തല്ലിയെന്നും എന്റെ ഒരു അടിയുടെ ഫോഴ്സിൽ അവരിരുന്ന സ്റ്റൂളിൽ നിന്ന് അവര് താഴോട്ട് വീണുവെന്നും അവര് ഹോസ്പിറ്റലൈസ്ഡ് ആകേണ്ടി വന്നുവെന്നും. അല്ല, ഈ അങ്ങനെ തല്ലിക്കഴിഞ്ഞാൽ എന്താണ് വകുപ്പ്? കസ്റ്റോഡിയൽ ക്രൈമാണത്. അല്ല, അതിനെ എന്താണ്, ഏത് വകുപ്പാണ്? ക്രിമിനൽ അസോൾട്ട്, ക്രിമിനൽ അസോൾട്ട് വിത്ത് ഇന്റന്റ് ടു ഇഞ്ചർ. അതുപോലെ വേറെ പല വകുപ്പുകളും ഉണ്ട്. നോൺ ബെയിലബിൾ വകുപ്പല്ലേ വരാം? ഏതോ നോൺ ബെയിലബിൾ വകുപ്പുകളാണ്. മാത്രമല്ല ഇവര് പറയുന്നുണ്ട് വേറൊരു വീഡിയോയിൽ, ഞാൻ DGP ആയിട്ട് വന്നപ്പോ ലതാ നായരെ പ്രിസണിലുണ്ടോ എന്ന് നോക്കി ഞാൻ 2 അടി കൊടുക്കാന്ന് പറഞ്ഞ് എനിക്ക് അന്ന് 1 അടിയേ പറ്റിയുള്ളൂ, 1 അടിയും കൂടെ കൊടുക്കണം. റിമാൻഡ് പ്രതിയെ തല്ലി എന്ന് പറഞ്ഞാൽ കൂടുതൽ അഗ്രവേറ്റഡ് ക്രൈമാണ്. അവർ ഈ വീഡിയോയിൽ അതും പറയുന്നുണ്ട് ഞാൻ തല്ലിയെന്ന്. എന്തോന്നോ ക്രെഡിറ്റ് എടുത്ത് പറയുന്നതാണ്. ഞാൻ എന്തോന്നോ നല്ല മഹത് കാര്യം ചെയ്തതെന്ന സ്റ്റൈലിലാണ്. അവർ തല്ലിയെന്നും ശിക്ഷ വാങ്ങിച്ചു കൊടുത്തു എന്ന് പറയുന്ന ഈ പ്രതികളെ അത്രയും ഹൈക്കോടതി വെറുതെ വിട്ടു. അപ്പൊ ഇവര് കെട്ടിച്ചമച്ച കേസ് അത്ര വീക്കായിരുന്നു. ഇവരാ പെൺകുട്ടിയുടെ, കിളിരൂർ പെൺകുട്ടിയുടെ മൊഴി അവർ റെക്കോർഡ് ചെയ്തപ്പോൾ ആ മൊഴിയിൽ തന്നെ അവര് ഈ VIPs സന്ദർശിച്ചോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും എഴുതിയിട്ടായിട്ട് അറിവില്ല. ആ കേസിലെ ഏറ്റവും വലിയ ആരോപണം VIPs വന്നിരുന്നു എന്ന്. അതിനെക്കുറിച്ച് ഒന്നും തന്നെ അറിയില്ല. അപ്പൊ ഇതില് അവര് ഗുരുതരമായ വീണ്ടും ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തു എന്നുള്ളതാണ് അവർ സ്വയം തന്നെ സമ്മതിക്കുന്നത്. അല്ല, അതിനെക്കുറിച്ച് ബോസ്റ്റ് ചെയ്യല്ലേ ഓപ്പൺ ആയിട്ട്? അവര് ക്രിമിനൽ കുറ്റം ചെയ്തത് മാത്രമല്ല, ഞാൻ ചെയ്ത ക്രൈമിനെ കുറിച്ച് അവർ പോസ്റ്റ് ചെയ്യുന്നു. ഞാൻ ഇന്ന ക്രൈം ചെയ്തു എന്ന് അത് വലിയൊരു ക്രെഡിറ്റ് ആയിട്ട് അവർ പറയുകയാണ്. അവര് സ്വയം അവര് ചെയ്ത ക്രിമിനൽ, പോലീസ് ഉദ്യോഗസ്ഥ എന്ന നിലയിൽ അട്ടർ ഫെയിലറായി അവർ ചെയ്ത ക്രിമിനൽ കുറ്റങ്ങൾ അവർ സ്വയം വിളിച്ചു പറയുകയാണ്. അവർക്ക് നന്നായിട്ട് അറിയാം കസ്റ്റഡിയിലുള്ള സമയത്ത് മർദ്ദിക്കാൻ പാടില്ല എന്നുള്ളത് സുപ്രീം കോടതിയുടെ വിധിയാണ്. സുപ്രീം കോടതിയുടെ വിധിയല്ല, ഇന്ത്യൻ നിയമം അനുസരിച്ച്, നമ്മളുടെ നിയമ സംഹിത അനുസരിച്ച്, IPC അനുസരിച്ചാണെങ്കിലും നമ്മളുടെ ഇപ്പോഴത്തെ BNS അനുസരിച്ചാണെങ്കിലും എല്ലാം ക്രൈമാണ്. ഒരു പോലീസുകാരന് ഒരാളെ എടാന്ന് പോലും വിളിക്കാൻ അധികാരമില്ല. അതാണ് നമ്മുടെ നിയമം. എടാന്നോ എടീന്നോ പോലും ഒരു പോലീസ് ഉദ്യോഗസ്ഥ എന്ന് പറഞ്ഞാൽ DGP ആണെങ്കിലും വെറും ജനങ്ങളുടെ ശമ്പളക്കാരിയാണ്. ഇവിടുത്തെ ചീഫ് സെക്രട്ടറി ആണെങ്കിലും ജനങ്ങളുടെ ശമ്പളക്കാരൻ. അതെനിക്ക് തുറന്നു പറയുന്നതിന് യാതൊരു മടിയില്ല. എന്റെ അച്ഛനും അപ്പൂപ്പനും ഒക്കെ ഗവൺമെന്റ് സെക്രട്ടറിമാരായിരുന്നവരാണ്. എന്റെ അച്ഛൻ IAS ഉദ്യോഗസ്ഥനായിരുന്നു. എന്റെ അച്ഛൻ ഒരു ശമ്പളക്കാരനാണെന്ന് പറയുന്നതിന് എനിക്ക് ആരും മടിയില്ല. ഞാൻ അതിൽ അഭിമാനം കൊള്ളും. പക്ഷെ ശമ്പളക്കാരൻ തന്നെയാണ്, ജനങ്ങളുടെ സേവകരാണ്. ഇവർക്ക് എന്താ അധികാരം ജനങ്ങളെ എടാ പോടാന്ന് വിളിക്കാൻ? എന്തല്ലാന് ഒരു പോലീസുകാരനും അങ്ങനത്തെ അധികാരമില്ല. ജനങ്ങളെ തല്ലാനല്ല ശമ്പളം കൊടുത്ത് വെച്ചിരിക്കുന്നത്. ഒരു ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ ശാസ്ത്രീയമായിട്ട് ആ ക്രിമിനലിനെതിരെ ഉള്ള സകല തെളിവുകളും ശേഖരിച്ച്, കോടതിയെ ബോധ്യപ്പെടുത്തുന്ന തെളിവുകൾ ശേഖരിച്ച് കോടതിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് ആ ക്രിമിനലിന് മാക്സിമം ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ശമ്പളം കൊടുത്ത് ഇവരെ നിയോഗിച്ചിരിക്കുന്നത്. അല്ലാതെ തല്ലിയിട്ട് നിരപരാധികളെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കാനല്ല. അപ്പൊ ഇന്നലെ അവര് മനഃപൂർവ്വം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇവര് എന്ത് ക്രൈം ചെയ്താലും ആ ക്രൈമിന്റെ തെളിവുകൾ എവിടെയെങ്കിലുമൊക്കെ ഈശ്വരൻ ഒളിപ്പിച്ചു വെക്കും. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി FIR-ൽ മൈനർ ആണെന്ന് പറഞ്ഞു. പക്ഷെ അവർ മരിക്കുമ്പോൾ മൈനർ അല്ലായിരുന്നു എന്ന് പറയുന്നു. അവര് മരിക്കുമ്പോൾ മൈനർ ആയിരുന്നോ അല്ലയോ എന്നുള്ളത് ഇറലവന്റ് ആണ്. അവരെ അബ്യൂസ് ചെയ്തപ്പോൾ അവർ മൈനർ ആയിരുന്നോ അല്ലയോ എന്നുള്ളതാണ് ആ ക്രൈമിനെ സംബന്ധിച്ച് നമുക്കറിയേണ്ട കാര്യം. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് മൈനറിനെ അബ്യൂസ് ചെയ്തു. ആ മൈനറിന്റെ പേര് പുറത്ത് ഡൈവേർട്ട് ചെയ്യുന്നത് ഒരു പോക്സോ ഒഫൻസ് ആണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോക്സോ ഒഫൻസിനെക്കാളും ഗ്രേവർ ഒഫൻസ് ആണ് BNS 72.
ഉം. ആ BNS 72 എന്ന് പറയുന്നത് ഇത് കണ്ടിന്യൂയിങ് ഒഫൻസ് ആണ്. 2022-ലും 2016-ലും ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോഴും ഓൺലൈനിൽ കിടക്കുന്നതുകൊണ്ട് കണ്ടിന്യൂയിങ് ഒഫൻസ് ആണ്. ആ കണ്ടിന്യൂയിങ് ഒഫൻസ് വരുമ്പോൾ ഇന്നത്തെ നിയമമാണ് പ്രാബല്യത്തിൽ വരുന്നത്. അതിലും ഭീകരമല്ലേ നമ്മുടെ ഈ അതിലും വലിയ വകുപ്പല്ലേ അദ്ദേഹം അവര് കസ്റ്റഡിയിൽ വെച്ചിട്ട് മർദ്ദിച്ചു എന്ന് പറയുന്ന കാര്യം? കസ്റ്റഡിയിൽ വെച്ച് മർദ്ദിച്ചു എന്ന് പറയുന്നതും ഗൗരവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അവർ ആദ്യമായിട്ടല്ല കസ്റ്റഡിയിൽ വെച്ച് പ്രതികളെ മർദ്ദിച്ചിട്ടുള്ളത് ഈ ഓഫീസർ. ഇതിന് മുമ്പും പ്രതികളെ മർദ്ദിച്ചിട്ടുണ്ട്. ഈ കേസിൽ റിമാൻഡ് പ്രതിയാണ് മർദ്ദിച്ചത്. അവര് തന്നെ പറയുന്നു അവരുടെ അടിയുടെ ആഘാതത്തിൽ ആ പ്രതി താഴെ വീണിട്ട് ആ പ്രതിയെ ഹോസ്പിറ്റലൈസ് ചെയ്ത് പിന്നെ ഹോസ്പിറ്റലുകാർ ഇവരെ കസ്റ്റഡി കൊടുത്തില്ല. ഹോസ്പിറ്റലിൽ നിന്ന് നേരെ കോടതി കൊണ്ടുപോയി. ആ പ്രതി അന്ന് പരാതിപ്പെട്ടിരുന്നുവെങ്കിൽ ഇവര് കമ്പി എണ്ണിയാണ്. മാത്രമല്ല ഏറ്റവും പുതിയ അവര് തെളിവുകൾ നശിപ്പിച്ചു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതും ഗുരുതരമായ കുറ്റമല്ലേ? ഗുരുതരമായ കുറ്റമാണ്. അവരത് ഡിലീറ്റ് ചെയ്തത് കുറ്റമാണ്. അവരെ ആ തെളിവുകൾ നശിപ്പിക്കുന്നത് കൊണ്ട് തന്നെ അർണേഷ് കുമാർ ജഡ്ജ്മെന്റിന്റെ ആനുകൂല്യത്തിന് അർഹയല്ല. അവരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യേണ്ടതാണ്. കാരണം അവർ ഇനിയും തെളിവുകൾ നശിപ്പിക്കും, ഇനിയും പോലീസ് ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കും, ഈ ഇരയാക്കപ്പെട്ടവരുടെ ഫാമിലികളെ സ്വാധീനിക്കാനും എല്ലാം അവര് ഒരു വൻ ശക്തിയാണ്. അവരുടെ പുറകിൽ ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട്. അവര് ഒരു ഉന്നത സ്ഥാനത്തിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ്. അപ്പൊ അവരതെല്ലാം വെച്ചിട്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണ്. അത് വളരെ വ്യക്തമാണ്. ഒക്ടോബർ 5-ാം തീയതി ഇവര് രാഷ്ട്രീയ മത്സര രംഗത്ത് തെരഞ്ഞെടുപ്പ് രംഗത്ത് വരുന്നതിന് വരുന്നത് നവംബർ 9-ാം തീയതിയാണ്. അന്നാണ് അവര് പറയുന്നത് ഞാൻ പോലും ഇന്നാണ് അറിയണതെന്ന്. എന്നിട്ട് ഇപ്പോൾ പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന്. നവംബർ 9-ന് അവരറിയണ കാര്യം ഒക്ടോബർ 5-ന് പരാതി കൊടുത്ത് ഒക്ടോബർ 24-ന് കോടതിയിൽ പോയ എനിക്കെങ്ങനെ അറിയാൻ പറ്റും? അവരന്ന് തെരഞ്ഞെടുപ്പ് പിക്ചറിലേ ഇല്ല. ആർക്കും അറിയില്ല അവര് വരുമെന്ന്, അവർക്ക് പോലും അറിയില്ല എന്നാണ് അവര് ഇനി സത്യമാണോ കള്ളമാണോ പറഞ്ഞതെന്ന് അറിയില്ല. കാരണം നുണ പറയുന്ന ഒരു സ്വഭാവമുള്ള ഒരു ഹാബിച്വൽ ലയറും ഹാബിച്വൽ ഒഫൻഡറുമാണ് അവർ. അപ്പൊ അതുകൊണ്ട് അതെനിക്കറിയില്ല. പക്ഷെ അവര് പരസ്യമായിട്ട് പറഞ്ഞ വീഡിയോ ഉണ്ട്. നവംബർ 9-ാം തീയതി BJP ആസ്ഥാനത്ത് വെച്ച്, തിരുവനന്തപുരത്ത് ആസ്ഥാനത്ത് വെച്ച് ഞാൻ ഇവിടെ ഇപ്പൊ വന്നപ്പോഴാണ് എന്നോട് മത്സരിക്കാൻ പറഞ്ഞതായിട്ട് ഞാൻ അറിയുന്നതെന്ന് അവർ പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഈ ഒക്ടോബർ മാസം 5-ാം തീയതി പരാതി കൊടുത്ത ഞാൻ എങ്ങനെയാ ഇത് അറിയാനായിട്ട്? അതായത് നമ്മൾ നേരത്തെ കൊടുത്ത പരാതിയിൽ അതിന്റെ പ്രൊസീജിയർ പ്രകാരം ഇപ്പോൾ കേസ് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. എനിക്ക് അവിടെ ഒരു തിരുത്തൽ പറയാം. പ്രൊസീജിയർ പ്രകാരം അല്ല, ഇവരുടെ അമിത സ്വാധീനം കാരണം പോലീസ് കേസ് എടുക്കാതിരുന്നു. അവർക്ക് കൃത്യമായി അറിയാമായിരുന്നു നേരത്തെ കേസ് ഉണ്ട് എന്നുള്ള കാര്യം. എന്നിട്ട് പോലും അവർ അത്തരം കാര്യങ്ങളിൽ പിന്നോട്ട് പോവില്ല. ഇപ്പോൾ അവർ കേസാവില്ല എന്നുള്ള ഒരു അഹങ്കാരമായിരുന്നു അവർക്കുണ്ടായത്. പക്ഷെ കോടതി ഇടപെട്ടതോട് കൂടിയിട്ട് ഇപ്പൊ കേസായി. മാത്രമല്ല, ഞാൻ കോടതിയുടെ ഉത്തരവ് താങ്കളുടെ അടുത്ത് പറയാം. കോടതി പോലീസിനോട് കേസ് എടുക്കാനല്ല പറഞ്ഞത്, അന്വേഷിച്ചിട്ട് കേസ് എടുക്കാനാണ് പറഞ്ഞത്. ഈ കേസ് വളരെ വിശദമായി പഠിക്കേണ്ടതാണ്. അത് അന്വേഷിച്ചിട്ട് അതിൽ കുറ്റമുണ്ടെങ്കിൽ കേസെടുക്കാനാണ് പറഞ്ഞത്. പോലീസ് അന്വേഷിച്ചിട്ട് പോലീസിന് ഉത്തമ ബോധ്യം വന്നതുകൊണ്ടാണ്. പോലീസിന് ലീഗൽ അഡ്വൈസ് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്റെ സോഴ്സ് ഞാൻ ഡൈവേർട്ട് ചെയ്യുന്നില്ല. വളരെ വ്യക്തമായിട്ട് പോലീസിന് ഇവർക്കെതിരെ സ്ട്രോങ് എവിഡൻസ് ഉണ്ടെന്നുള്ള ലീഗൽ അഡ്വൈസ് കിട്ടി. പോലീസ് ഇത് കേസെടുത്തില്ലെങ്കിൽ പോലീസ് കുഴപ്പത്തിലാകുമെന്ന് വന്ന ഘട്ടത്തിലാണ് പോലീസ് കേസെടുക്കാൻ തയ്യാറായത്. പോലീസിന്റെ ഭാഗത്തുനിന്ന് എങ്ങനെയൊക്കെ ഒതുക്കാൻ നോക്കാമെന്ന് ശ്രമമുണ്ടായി. ഇവർക്കെതിരെ ആദ്യത്തെ പരാതി കൊടുത്തതിന് ശേഷം എന്റെ ഓഫീസിലേക്ക് പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗത്തിൽ നിന്ന് അന്വേഷിക്കാൻ വന്നു. CRSJS ആരാണ്, ഈ R ജയചന്ദ്രൻ ആരാണ്. ഇവര് പറഞ്ഞ് പരത്തുന്നത് പോലെ ഞാനൊരു അഡ്വക്കേറ്റ് അല്ല, ഞാനൊരു സോഷ്യൽ വർക്കറാണ്. ഞാൻ ആരാണെന്നൊക്കെ അന്വേഷിക്കാൻ വന്ന ഓഫീസർ അഫ്കോഴ്സ് വളരെ മര്യാദയ്ക്കാണ് അദ്ദേഹം പെരുമാറിയത്. പക്ഷെ അന്വേഷണം വന്നു. ഞങ്ങൾ 1997 മുതൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. പക്ഷെ ശ്രീലേഖ IPSനെതിരെ ഞങ്ങൾ ഒരു പരാതി കൊടുത്ത് ഏതാനും ദിവസങ്ങൾക്കകം ആദ്യമായിട്ട് അന്വേഷിക്കാൻ ആളുകൾ